നമസ്കാരം. ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. ജ്യോതിഷ കൈരളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ നമ്മുടെ ചാനലിൽ തരുന്ന അതായത് നമ്മൾ പറയാതെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ എത്രത്തോളം നന്ദി, അത് നിങ്ങളോട് മാത്രമല്ല പ്രപഞ്ചത്തിനോട് നന്ദി പറയുന്നു. കാരണം നിങ്ങളുടെ സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെയാണ് ഈ വീഡിയോകൾ ചെയ്യാനുള്ള നമ്മുടെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. കാരണം ഇതൊക്കെ നമ്മളെ കഴിവൊന്നുമല്ല. ജ്യോതിഷമായിരുന്നാലും നമ്മൾ കുറച്ച് ശാസ്ത്രം പഠിച്ചിട്ട് ശാസ്ത്ര പണ്ഡിതനെന്ന് പറഞ്ഞ് നടന്നിട്ടൊന്നും കാര്യമില്ല. നമ്മളിലൂടെ ആ കോസ്മിക് എനർജി, ആ പ്രപഞ്ചം, ആ ശക്തി നമ്മളിൽ നമ്മളെക്കൊണ്ട് പറയിപ്പിക്കണം, നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കണം, എങ്കിലേ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് വരികയാണ്. അതായത് ഈ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ വ്യാഴമാറ്റം സംഭവിച്ചു, രാഹുകേതു മാറി, ശനി മാറി. അതായത് ഈ 4 ഗ്രഹങ്ങൾ ഒരുമിച്ച് മാറിയൊരു സമയം ഇപ്പോഴാണ്. അത് ഏകദേശം ഇനി ഒരു 1.5 വർഷത്തേക്ക് ഇതിൻ്റെ എഫക്റ്റ് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള കുറവുകൾ തീർത്ത് നമുക്ക് ജീവിതം വിജയിക്കാനും നമ്മുടെ ജീവിതത്തിന് വേണ്ടി സപ്പോർട്ടിനുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ കുറവ് വരുന്നതിന് എന്ത് ജാഗ്രത പ്രവർത്തനമെന്ന് അറിയുന്നത് നല്ലതാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഈ 4 ഗ്രഹങ്ങളുടെ മാറ്റത്തെ ഒരുമിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയാൻ വേണ്ടി ഒരു വീഡിയോ ആകുമ്പം നമുക്കതിൻ്റെ ഗുണം ഒരു വർഷത്തേക്ക് നമുക്ക് നിൽക്കും. അതിൽ നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ പറയാൻ വരുന്നത് കന്നിക്കൂറുകാരുടെ ഫലം പറയുമ്പോൾ നമ്മൾ ഉത്രത്തിൽ 3/4, അതായത് ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, അത്തം, ഉത്രം, അത്തം കഴിഞ്ഞാൽ പിന്നെ ചിത്തിരയുടെ 1, 2 പാദങ്ങൾ. അപ്പോൾ ഈ സ്ഥിരമായിട്ട് ഇത് കാണുന്നവർക്ക് ഈ നക്ഷത്രങ്ങൾ അറിയാം. ഉത്രത്തിൽ 3/4, അത്തം, ചിത്തിരയുടെ 1, 2 പാദം. ഈ നക്ഷത്രങ്ങളിൽ പെട്ടവരെ സംബന്ധിച്ച്, ഈ നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ വലിയൊരു അനുഗ്രഹമായിട്ട് മാറിയ മാറ്റം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ മാറ്റമാണ്. കാരണം വ്യാഴം നമ്മുടെ കർമ്മസ്ഥാനത്തേക്ക് വന്നു. നമ്മുടെ കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്, നമ്മുടെ ജോലി, നമ്മുടെ പ്രവൃത്തി, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകൾ, ഇതെല്ലാം വിജയിക്കുന്നൊരു സമയത്തേക്ക് വ്യാഴം അനുഗ്രഹകാരകനായിട്ട് വന്നു കഴിഞ്ഞു. ഇനി അതിനകത്ത് വേറൊരു ശ്രദ്ധയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കുമ്പം ഈ ശനി ഇപ്പോൾ കണ്ടകശനി എന്ന് പറയും, പക്ഷേ 7ലാണ് ശനി വന്നത്. അപ്പോൾ 7 വരുമ്പോൾ അതിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ. നമ്മൾ ഏറ്റവും 7 എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ലൈഫ് പാർട്ണർ, ബിസിനസ് പാർട്ണർ, നമ്മുടെ ഏറ്റവും ആത്മാർത്ഥമായി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയാണ്. അപ്പോൾ ഈ 7 എന്ന് പറഞ്ഞാൽ നമ്മളെ സപ്പോർട്ടേഴ്സാണ്. നമുക്കൊപ്പം പിൻബലം തന്ന് കൂടെ നിൽക്കേണ്ടവരാണ്, നമുക്കൊപ്പം ചേർന്ന് നിൽക്കേണ്ടവരാണ്. അപ്പോൾ അവരിൽ നിന്ന് പ്രശ്നം വരാതെ, അതായത് അവരെ നമ്മൾ പിണക്കരുത്, അവരുമായിട്ടൊരു നയപരമായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതാണ് 7 ശനി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 7 ശനി എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധ പുലർത്തേണ്ട സ്ഥാനമാണ്. അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയൊക്കെ പുതിയ പുതിയ സൗഹൃദങ്ങളും ഇഷ്ടങ്ങളുമൊക്കെ വന്നുകൂടാവുന്ന സമയമാണ്. അതൊക്കെ ഈ 7 ശനി നിൽക്കുമ്പോഴാകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കാരണം അതിനകത്തൂടെ നല്ലതും നമുക്ക് പ്രശ്നം ഉണ്ടാക്കാവുന്നവരും വന്നു ചേരാം. അത് നമ്മൾ എങ്ങനെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്നുള്ളതിനൊരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. നിങ്ങളെന്നെ ഓർമ്മിച്ചാൽ മതി. പിന്നെ 2, നമ്മൾ ഈ പിന്നെ ശനി 7 വരുമ്പോൾ ഒരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 10 വ്യാഴവും 7 ശനിയും കൂടെ ചേരുമ്പോൾ നമ്മൾ കർമ്മകാരകനായതുകൊണ്ട് നമുക്ക് പുതിയ പാർട്ട്നേഴ്സ് വരും, നമുക്ക് ബിസിനസ്സിൽ ഉയർച്ചയ്ക്കുള്ള സപ്പോർട്ടുകളൊക്കെ അവിടെ നിന്ന് വരും. അപ്പോൾ ഈ 7 ശനിയുടെ സപ്പോർട്ടോടുകൂടി 10 വ്യാഴത്തെ എങ്ങനെ ഉപയോഗിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ധനവും ഐശ്വര്യവും നമ്മളെ പ്രവർത്തനം കൊണ്ട്, നമ്മളെ കർമ്മം കൊണ്ട് ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. അത് നമ്മൾ ശ്രമിക്കണം. അവിടെ അലസത പാടില്ല. നമുക്ക് ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യുക, നാളത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക. പുതിയ പുതിയ പ്രോജക്റ്റുകളും പുതിയ പുതിയ പദ്ധതികളും നമ്മളെ തേടി വരും. നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത ചില മേഖലകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലേണ്ടി വരും. പുതിയ ഉന്നത ബന്ധങ്ങളോ സൗഹൃദങ്ങളോ ഒക്കെ തേടി വരും. ഇതെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. ഇനി മറ്റൊന്ന്, ഈ രാഹുകേതുക്കൾ ഇപ്പോൾ മാറിയത് നമുക്ക് കുറച്ച് അനുകൂലമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ജന്മത്തിൽ നിന്ന കേതു
ശാരീരിക ക്ലേശങ്ങൾ, അസുഖങ്ങളൊക്കെ ഉണ്ടാക്കി കേതു ഒന്ന് 12ലേക്ക് മാറി തന്നു. അപ്പം നമുക്ക് അതിനുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തിൽ കുറച്ചുകൂടിയൊക്കെ മാറ്റം വരും. മരുന്നുകൾ ഫലിച്ചു തുടങ്ങും. ആരോഗ്യത്താൽ നമുക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നവർ, അസുഖങ്ങളായ പ്രശ്നം ഉണ്ടായിരുന്നവർക്കൊക്കെ ഒരു റിലീഫ് വരുന്നൊരു കാലമാണ്. ഒപ്പം തന്നെ കേതു 12ലേക്ക് മാറുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് വിദേശ യാത്രകളൊന്നും അത്ര ഗുണകരമാവില്ല. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സം വരാം. ഉപരിപഠനത്തിന് വിദേശത്തേക്ക് പോകുന്നവർക്ക് തടസ്സങ്ങൾ വരാം. അപ്പോൾ അതിന് കേതുവിനെ പ്രീതിപ്പെടുത്തി തന്നെ വേണം. എന്നാൽ ഈ രാഹു കുറേ കാലമായിട്ട് നമ്മളെ ഇങ്ങനെ പരീക്ഷിച്ച് നിന്നിട്ട് അദ്ദേഹം ഇപ്പം മാറി വന്നിരിക്കുന്ന നല്ല സ്ഥാനത്താണ്. രാഹുവിന് ഇഷ്ടപ്പെട്ടൊരു സ്ഥാനത്തോട്ടാണ് മാറിയത്. രാഹുവിന് ഇഷ്ടപ്പെട്ട സ്ഥാനം എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ 6ൽ രാഹു വരുമ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ പിന്നെ ഇതുവരെ നിന്ന് കുറച്ച് കഷ്ടതകളും ദുഃഖങ്ങളും ഒക്കെ മാറി കുറച്ചുകൂടെ ഒരു ഐശ്വര്യം വരാവുന്ന ഒരു അവസ്ഥയാണ്. അതും ഉപയോഗപ്പെടുത്തണം. കാരണം 6ൽ നിൽക്കുമ്പോൾ ആകെ ഒന്ന് മാത്രം ശ്രദ്ധിക്കുക. ഈ 6 എന്ന് പറയുന്ന സ്ഥാനം നമുക്ക് കളവ്, വഞ്ചന, ചതി, അവിഹിതം ഇതൊക്കെ വരുന്ന സ്ഥാനമാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7ൽ ശനിയും കൂടെ വന്ന് കയറുമ്പം നമുക്ക് വരുന്ന സുഹൃത്ത് ബന്ധങ്ങളോ മറ്റൊക്കെ വഴി അവിഹിത ധനമോ ചില വഴികളോ രഹസ്യ ഇടപാടുകളോ ഒക്കെ നമുക്ക് വരാം. അതിൽ കുറച്ച് നമ്മൾ ശ്രദ്ധ പുലർത്തണം. കാരണം ഇത് നാളെ നമുക്ക് പ്രശ്നമായിട്ട് വരാം, അതിന് സാധ്യതയുണ്ട്. അതേസമയം നേരായ മാർഗത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇനി വരുന്ന ഒരു 1.5 വർഷം നിങ്ങൾക്ക് നല്ലതാണ്. നല്ലതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണെന്ന് പറഞ്ഞ് വീട്ടിൽ കൈയും കെട്ടിയിരുന്നാൽ നല്ലതാവില്ല. അത് പ്രയോജനപ്പെടുത്തേണ്ടതാണ്, പ്രയോജനപ്പെടുത്തണം. ഞാൻ എൻ്റെ ജാതകം നോക്കാൻ വരുന്ന പല ആൾക്കാരുടെയും ജാതകത്തിൽ ചില ജാതകങ്ങൾ വളരെ അപൂർവമായി സർക്കാർ ജോലി കിട്ടാൻ അല്ലെങ്കിൽ നല്ല ഉന്നത നിലയിൽ എത്താൻ കഴിയുന്ന ജാതകങ്ങളുണ്ട്. അപ്പോൾ ആ ജാതകം എടുത്തിട്ട് ഞാൻ ഈ രക്ഷിതാക്കളോട് ചോദിക്കും, ഈ കുട്ടി പിന്നെ ഗവൺമെൻറ് ടെസ്റ്റുകളൊക്കെ എഴുതുന്നുണ്ടോ, PSC ടെസ്റ്റും UPSC ടെസ്റ്റൊക്കെ എഴുതുന്നുണ്ടോ? ഇല്ല സാറേ, അവന് അതിലൊന്നും താല്പര്യമില്ല, അവന് വിദേശത്ത് പോകണോ അല്ലെങ്കിൽ അവന് പ്രൈവറ്റ് മതിയെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു മണ്ടത്തരം ഇപ്പോഴുള്ള കുട്ടികൾക്കുണ്ട്. അതായത് നമ്മളൊരു 100 500 ജാതകം പരിശോധിക്കുമ്പോഴായിരിക്കും 100% സർക്കാർ ജോലിയിൽ എത്താൻ യോഗമുള്ള ഒരു ജാതകം കണ്ടെത്തുന്നത്. ആ കുട്ടികൾക്ക് അതിനോട് താല്പര്യമില്ലാതെ വരുന്നത്. അപ്പം നമുക്ക് ഇപ്പം നമ്മുടെ ജാതകത്തിൽ ഒരു IAS കാരനാകാനുള്ള യോഗം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് പറഞ്ഞാലും നമ്മൾ പറയുകയാണ്, ഞാൻ പരീക്ഷ എഴുതൂല, ആപ്ലിക്കേഷൻ അയക്കില്ല, ടെസ്റ്റും പിന്നെ ഇൻ്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്യില്ല, എനിക്ക് കിട്ടുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ പറ്റുമോ? താൻ പാതി ദൈവം പാതി. ജ്യോതിഷത്തിലായിരുന്നാലും നമ്മൾ ആ ഗൈഡ് ലൈൻ ഉപയോഗിക്കുക, ദൈവാധീനം നമ്മൾ വർദ്ധിപ്പിക്കുക, ബാക്കി നമ്മുടെ യുക്തിയും ബുദ്ധിയും പ്രവർത്തനമാണ്. അതില്ലാതെ ഒന്നുകൊണ്ടും വിജയിക്കില്ല. ജ്യോതിഷം എന്ന് പറയുന്നതും ഈശ്വര കാര്യങ്ങൾ ചെയ്യുന്നതും വിശ്വാസമേ പാടുള്ളൂ, അന്ധവിശ്വാസം വേണ്ട. ഒരു 25,000 രൂപയുടെ പൂജ നടത്തിയാൽ നിങ്ങളെ ഒരു കാര്യങ്ങളും നടന്നു കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് അത്ഭുതകരമായിട്ട് എൻ്റെ നഷ്ടപ്പെട്ട ധനം കിട്ടുമെന്ന് വിചാരിക്കരുത്, അത്ഭുതകരമായിട്ട് എൻ്റെ മോന് ജോലി കിട്ടുമെന്ന് വിചാരിക്കരുത്. അങ്ങനെ അബദ്ധം വിചാരിക്കും. കാരണം പിന്നെ ഒരുപാട് കഷ്ടതയിൽ പോയിട്ട് സാറേ ഇങ്ങനെയാണ് എൻ്റെന്ന് ഇന്ന രീതിയിലൊരു ചതി പറ്റിപ്പോയി, അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എന്ത് പൂജ ചെയ്യാം എന്ന് ചോദിച്ച് വരുന്നവരുണ്ട്. ഞാൻ അവരെ ആരെയും പിന്നെ ആവശ്യമില്ലാത്ത അനാവശ്യമായ വലിയ വലിയ പൂജകളും മാന്ത്രികമൊന്നും പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കില്ല. കാരണം നമ്മൾ തന്നെ സെൽഫായിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കുക. അത്യാവശ്യം ചില ക്ഷേത്ര വഴിപാടുകളിലൂടെ ദൈവാധീനം വർദ്ധിപ്പിക്കുക, ആ ക്ഷേത്ര ചൈതന്യം നമ്മളിലേക്ക് എത്തുക. ഇതാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ അന്ധവിശ്വാസത്തിലേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ നല്ല സമയമാണ്. ഈ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം, പ്രയോജനപ്പെടുത്തണം. ഇല്ലെങ്കിൽ നാളെ ഒരു സമയത്ത് നിങ്ങൾ പറയുന്നു, അയ്യോ ഇത്രയും നല്ലൊരു അവസരം ഉണ്ടായിട്ട് ഞാനത് പ്രയോജനപ്പെടുത്തിയില്ല എന്ന് നിങ്ങൾ നാളെ വിചാരിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് 7ൽ ശനി നിൽക്കുന്നേ ഉള്ളൂ. ഇനി അത് അടുത്ത മാറ്റം വരുമ്പോൾ 8ലേക്ക് അഷ്ടമത്തിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് ഇപ്പം നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളെ കർമ്മവും വിജയിപ്പിച്ചെടുത്താലെടുത്തു. അതുകൊണ്ട് ഇപ്പോഴത്തെ സമയം വളരെ നല്ലതാണ്, നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾക്കെല്ലാം എൻ്റെ എല്ലാ പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. ഇതിൻ്റെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. ഞാൻ വാട്സപ്പ് കോൾ അധികം അറ്റൻഡ് ചെയ്യില്ല. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. നിലവിൽ നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ലപോലെ ക്ലയൻസിൻ്റെയും പിന്നെ തിരക്കുമുണ്ട്. എങ്കിലും
ഞാൻ ഫ്രീ ആവുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് മറുപടികൾ തന്നോളും. നിങ്ങൾ പുതിയ പുതിയ നിങ്ങളുടെ ഏതെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന, കാരണം ജ്യോതിഷം ഇന്ന് ഒരുവിധം നെറ്റ് വഴിയൊക്കെ നോക്കി വരുമ്പോൾ എല്ലാവർക്കും കുറേ ജ്യോതിഷമൊക്കെ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ചോ ജ്യോതിഷപരമായ വീഡിയോ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് കമൻറ്റ് ബോക്സിൽ പറയൂ. നമുക്ക് പുതിയ വീഡിയോ അതിനെപ്പറ്റി ആലോചിക്കാം. നമുക്കറിയാവുന്ന അറിവുകൾ നമ്മൾ എപ്പോഴും പിന്നെ നമ്മളാരും പണ്ഡിതരല്ല. ഭഗവാന്റെ ആ അനുഗ്രഹം കൊണ്ട് നമുക്കിതൊക്കെ ഭഗവാൻ നമ്മളിലൂടെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഭഗവാന്റെ എളിയ ആ പ്രപഞ്ചശക്തിയുടെ എളിയ ദാസരാണ്. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം. നിങ്ങൾക്കെല്ലാം നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും ജ്യോതിഷകരിലേക്ക് നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ടും സ്നേഹവും എന്നും ഞാൻ പ്രപഞ്ച സാക്ഷിയായി നന്ദിയോടെ സ്മരിക്കും. ഇനിയും ഉണ്ടാവണം. നമസ്കാരം.